Chief Minister Pinarayi Vijayan came down heavily on Rahul Gandhi for contesting against the left in Wayanad. Chief Minister, while addressing the press in Kozhikode, asked what is the meaning of Rahul Gandhi, the main leader of India Alliance, fighting LDF, which is also part of the same alliance. Pinarayi Vijayan said that everybody is questioning his decision of coming to Kerala and not fighting the BJP at centre. Who is Rahul Gandhi fighting in Kerala? Can we say he is contesting against Surendran in Kerala? Can we say he came to Kerala to fight against BJP? Here, LDF is their main opposition. He is coming here to contest against LDF, he said. Annie Raja is a national leader of the CPI. She faced even sedition charges for visiting Manipur. Her fact-finding team revealed the number of Christians attacked in Manipur. Rahul Gandhi cannot say he is contesting against BJP's K. Surendran. As LDF is in power in Kerala, there is no doubt that his candidacy is against us. After joining hands with the CPI to launch the India bloc, he is contesting against the same party's candidate, said Pinarayi Vijayan. He also said that Rahul Gandhi travelled across India but never spoke a word against CAA, a policy which the Kerala Chief Minister said destroys India's secularism. Let's hear Pinarayi Vijayan out. Sonia Gandhi and Rahul Gandhi, Priyanka Gandhi എല്ലാം വഹിക്കുന്ന റോള് നമുക്ക് എല്ലാവർക്കും അറിയാം. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ആരെയാ നേരിടുന്നത്? കേരളത്തിൽ വന്ന് സുരേന്ദ്രനെ നേരിടുകയാണെന്ന് പറയാൻ പറ്റുമോ? അല്ല, BJPയെ നേരിടാനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ LDF ആണല്ലോ പ്രധാന ശക്തി. LDFനെ നേരിടാനാണല്ലോ വരുന്നത്. അപ്പൊ ഇന്ത്യ എന്ന ഒരു സംവിധാനം രാജ്യത്ത് BJPക്ക് തടസ്സം നിൽക്കാൻ, BJP അധികാരത്തിൽ വരാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടെ ജനങ്ങൾ രൂപം നൽകിയിരിക്കുന്നു. ആ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ആ ഇന്ത്യയുടെ ഭാഗമായുള്ള ഇവിടുത്തെ LDFനെതിരെ മത്സരിക്കാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതല്ലേ ആദ്യം ആലോചിക്കേണ്ടത്. പിന്നെ ഗാന്ധി ഇവിടെ വന്ന് നേരിടുന്നത് ആനി രാജയാണ്. ആനി രാജ ദേശീയ തലത്തിൽ തന്നെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷ നേതാവാണല്ലോ. അവരല്ലേ മണിപ്പൂരിന്റെ കാര്യത്തിൽ രാജ്യദ്രോഹി ചിത്രീകരിക്കപ്പെട്ടിരുന്നത്? എന്തിനായിരുന്നു അത്? BJP ഗവൺമെന്റിന്റെ തെറ്റായ നടപടികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടല്ലേ? അവരുടെ നേതൃത്വത്തിലുള്ള ഫാക്ട് ഫൈൻഡിങ് സംവിധാനമല്ലേ അവിടെ എത്ര ക്രിസ്ത്യാനികൾ അതിക്രൂരമായി വേട്ടപ്പെട്ടു എന്ന അവസ്ഥ പുറത്തു കൊണ്ടുവന്നു. എന്താണ് രാഹുൽ ഗാന്ധിക്ക് അന്നേരമുള്ള റോൾ? അവിടെ എന്തെങ്കിലും റോള് പറയാനുണ്ടോ ഈ കാര്യത്തിൽ? രാജ്യം കണ്ട ഇതുപോലുള്ള ഒരുപാട് പ്രതിഷേധമുയരുന്ന സംഭവങ്ങൾ വന്നല്ലോ. ആ സംഭവങ്ങളിൽ എല്ലായ്പ്പോഴും ആനി രാജയെ കാണാനുണ്ടല്ലോ. എന്നാൽ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി അത്തരം സംഭവങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടോ? അപ്പോ അദ്ദേഹം ഇവിടെ വന്ന് മത്സരിക്കണോ മത്സരിക്കണ്ടേ എന്നൊക്കെയുള്ള അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ അതിൻ്റെ അനൗചിത്യം രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ട് BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടാതെ ഇത്തരം ഒരു നിലപാടിലേക്ക് വന്നു എന്നുള്ളത് എല്ലാവരും ചർച്ച ചെയ്യുന്ന കാര്യമാണ്.